കള്ളത്തരം പ്രചരിപ്പിക്കണമെങ്കിൽ നാവ് മാത്രം മതി. പക്ഷേ സത്യം അത് കാണിക്കണമെങ്കിൽ തെളിവടക്കം വേണമെന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസിന് വിരുദ്ധമായതുകൊണ്ട്, അതായത് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും ഒന്നും ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരത് റിമൂവ് ചെയ്തു. അതുകൊണ്ട് ഞാൻ റീ അപ്ലോഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും അന്വേഷിക്കണം എന്നുണ്ടവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അല്ലാതെ വീഡിയോയിൽ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 15-നാണ് സതിയുടെ ഇളയ മകൻ അനന്തുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് മകൻ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലായിരുന്നുവെന്നും എന്നാൽ ഒരിക്കലും ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ അടിവസ്ത്രം മാത്രം ധരിച്ച് കിടക്കാറില്ലെന്നും സതി പറഞ്ഞു. മയക്കുമരുന്നിന് അടിമയായ തന്റെ മൂത്ത മകനും തന്റെ സഹോദരൻ പുത്രനുമാണ് മരണത്തിന് പിന്നിലെന്നും മാതാവ് മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞാൻ റൂമിൽ തൂങ്ങി നടക്കുന്ന കണ്ട് ഒരിക്കലും അടിവസ്ത്രത്തിൽ പെട്ടെന്ന് പുറത്തിറങ്ങിയ ആളാണ്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ കയ്യിലത്തെ മഞ്ഞിട്ട് കിടന്നുറങ്ങുള്ളൂ. നിൽക്കുന്ന വലിയ നിൽക്കൽ കൊടുക്കാൻ കൊണ്ടുകൊടുക്കും. എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വന്ന് നോക്കിയായിരുന്നു. എൻ്റെ അമ്മ സതി പറഞ്ഞ ഒരാരോപണമാണ് എൻ്റെ അനിയൻ അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് കിടന്നുറങ്ങില്ല എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ അനിയൻ അടിവസ്ത്രം മാത്രം ഇട്ടിട്ടാണ് വീട്ടിലൂടെ നടക്കാറ്. എന്തായാലും തൂങ്ങി മരിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയണം. 100% ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ തൂങ്ങി മരിച്ചാൽ സ്പോഞ്ചിൽ കിടക്കാൻ നമ്മൾ ഫൈബർ സ്റ്റോർ നിൽക്കില്ല. ഒരിക്കലും തൂങ്ങി മരിക്കില്ല. കാരണം ഈ പൈസയുടെ പ്രശ്നമാണ് എല്ലാത്തിനും കാരണം. തന്റെ പേരിലുള്ള വീടും സ്ഥലവും ഇളയമകന്റെ കൈവശമുള്ള പണവും ഉൾപ്പെടെ കൈവശപ്പെടുത്താനാണ് കൃത്യം നടത്തിയതെന്നും സതി ആരോപിച്ചു. അടുത്ത ആരോപണം എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്നുള്ളതാണ്. ഇത് എൻ്റെ മുക്കം ബ്രാഞ്ചിലുള്ള ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇത് എൻ്റെ അക്കൗണ്ട് 2022 ഡിസംബർ വരെയുള്ള, അതായത് ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസും എനിക്ക് വന്ന ക്യാഷും ഞാൻ എടുത്ത ക്യാഷുമായിട്ടുള്ള കണക്കുകളാണ്. എനിക്ക് 2022 വന്ന എമൗണ്ടാണ് 12,89,934 രൂപ. ഞാനൊരു ഫോറക്സ് ട്രേഡറാണ്. എൻ്റെ അക്കൗണ്ടിൽ വന്ന ക്യാഷ് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഈ അക്കൗണ്ടിൻ്റെ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ നോക്കിക്കോളൂ. പിന്നെ ഇത് 2023-24 കാലഘട്ടത്തിലുള്ളതാണ്. ഈ 23-24 കാലഘട്ടത്തിൽ എൻ്റെ അക്കൗണ്ടിൽ നടന്ന ട്രാൻസാക്ഷൻസ്, ഇതെൻ്റെ ലാഭമാണ്. 23,25,609 രൂപ. അതിൽ തൊട്ടപ്പുറത്തുള്ളത് ഞാൻ വിഡ്രോവൽ അടിക്കുന്ന ക്യാഷാണ്. ഓക്കെ, ഇതെൻ്റെ 2024-2025 കാലഘട്ടത്തിലുള്ളതാണ്, അതായത് കഴിഞ്ഞ വർഷം. ഈ വർഷം എനിക്ക് എൻ്റെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ട് 5,09,275 രൂപയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ വിത്ത് പ്രൂഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ആരോപണം ഞാൻ മയക്കുമരുന്നിന് അടിമയാണെന്നാണ്. ഇവിടെ ഈ 6 മാസം വരെ ഏത് ഡ്രഗ് ഉപയോഗിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഉണ്ട്. ഞാനിവിടെ ഏത് ടെസ്റ്റിന് വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ വിധേയനാവാം. ഒരു മിനിമം ഒരു നിക്കോട്ടിൻ എങ്കിലും എൻ്റെ ശരീരത്തിൽ നിന്ന്, അതൊരു പുകയിലെങ്കിലും എൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ.